സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. ഇനി നിങ്ങൾക്ക് 10th പ്ലസ് 2 ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷയ്ക്കും ഈ ക്ലാസ് ഉപകാരം ചെയ്യുമെങ്കിലും നാളെ സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണിത്. കാരണം 2025 മെയ് 17 എക്സൈസിന്റെ പരീക്ഷ നടന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ. ആ ഒരു പരീക്ഷയ്ക്കകത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യം. കണ്ടോ നിങ്ങൾ? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷ. നോക്കൂ, ഈ ചോദ്യം കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. ഒരു 5 ക്ലാസ് പിറകെ നമ്മുടെ പ്ലേലിസ്റ്റിന് 20ഓളം ക്ലാസ്സുകൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഏറ്റവും അടുത്ത് ആ ക്ലാസ് ഞാൻ എടുത്ത് ചോദിച്ചിരുന്നു. ക്ലാസ്സിനിടയിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന്. അപ്പൊ കമന്റ് ചെയ്യാൻ പറഞ്ഞു. ആ ക്ലാസിന്റെ അവസാനം ഞാൻ മേഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. നോക്കൂ, ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഒരുപാട് സന്തോഷം. നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ മേഡത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് ഞങ്ങൾ ഒരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്തു. രാവിലെ 5:30 ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ഉണ്ട്. ലോങ് ടേം ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ക്ലാസ് ആണ് കേട്ടോ, കറണ്ട് അഫയേഴ്സിന് മാത്രം. അപ്പൊ അവിടെ മേഡം സിംബാബ്വേക്കാരിയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നീന്തൽ താരമാണെന്നും ആദ്യത്തെ ആഫ്രിക്കക്കാരിയായിട്ടാണ് ഈ ഒരു റോളിൽ, എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ തലപ്പത്ത് ഒരു ആഫ്രിക്കക്കാരി ആദ്യമായിട്ട് വരികയാണ്, ഒരു വനിത ആദ്യമായിട്ട് വരികയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത അല്ലെ, ക്രിസ്റ്റി കെവൻട്രി. ഒരു മാർക്ക് കിട്ടും അല്ലെ? ശരിയാണ്. ഇവരുടെ ജന്മദേശം നമീബിയ. ഇതൊന്നും PSC ബുള്ളറ്റിനിൽ ആക്ച്വലി ഇല്ല. നമുക്ക് PSC ബുള്ളറ്റിനാണ് ഇത് നോക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ബുള്ളറ്റിനകത്ത് വന്ന ഒരേപോലത്തെ 2 ചോദ്യങ്ങൾ താഴത്തും മുകളിലായിട്ട് കൊടുത്തിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ്, അതിനെക്കുറിച്ചും കഴിഞ്ഞ എക്സാമിന് വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതാൻ പോകുന്നവർക്ക് കേട്ടോ. ഇപ്പൊ നമീബിയ അല്ല, സിംബാബ്വേയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജ ശരിയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ അല്ല. എവിടെയാണ് ഇവര്? നീന്തൽ, സ്വിമ്മിംഗ് ആണ്, നീന്തൽ താരമാണ് കേട്ടോ. അപ്പോ 1ഉം 3ഉമാണ് ശരി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ വിശദമായിട്ടൊന്നും PSC ബുള്ളറ്റിൽ പറയുന്നില്ല എങ്കിലും ഒരുപാട് റയർ പോയിന്റുകൾ PSC ബുള്ളറ്റിനകത്തുണ്ട്. നമുക്കത് നോക്കാം. ഏറ്റവും പുതിയ കൂട്ടുകാർ, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകൾ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ലാബ് അസിസ്റ്റന്റ് പോലെ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇനി ക്ലാസ്സുകൾ ലഭിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നോക്കൂ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്നൊരു വസ്തുത പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ശനിക്കാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ക്രിസ്റ്റി കെവൻട്രി തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ട, നിങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളുമാണ് കെവൻട്രി. അപ്പൊ നമുക്ക് ഡിലീഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ കിട്ടേണ്ടതാണ് ആ ഒരു ചോദ്യം കേട്ടോ പഠിച്ചവർക്ക്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ലോക സന്തോഷ സൂചിക പട്ടിക. അടുത്ത പരീക്ഷകളിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഷുവർ ആണ്. പഠിച്ചു വെച്ചേക്ക് കേട്ടോ. പീരിയോഡിക് ടേബിളിൽ ആകെ മൂലകങ്ങളുടെ എണ്ണം 118 അല്ലേ? ഇപ്പൊ പഠിച്ചു വെക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പൊസിഷൻ 118 ആണ്. 1ാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ് കുറച്ചു കാലമായിട്ട്. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. നക്ഷ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ്? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്, പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് മാറുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 118. നക്ഷ 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 എന്താണ്? ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ് ആണ് മക്കളെ. സൗദി അറേബ്യ. ശ്രദ്ധിക്കണം, സ്റ്റാർ ഇട്ട് വെക്കാൻ ഞാൻ എല്ലാം മാറ്റി എഴുതുന്നില്ല കേട്ടോ. സൗദി അറേബ്യയിലെ റിയാദില് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സിന്റെ സ്പോർട്സ് ഗെയിംസ്, 2027 പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് ചോദിച്ചാൽ റിയാദ് ആണ്. ഉറപ്പായിട്ട് ചോദിക്കും, പഠിച്ചു വെച്ചേക്ക. സൗദി അറേബ്യയിലെ റിയാദ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് 2027. നിങ്ങൾക്കറിയാം സൗദിയാണ് 2034 ഫിഫ ലോകകപ്പിന്റെ വേദി. അതുകൂടി ചേർത്ത് പഠിക്കാം കേട്ടോ. മറ്റൊരു പോയിന്റ്, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല എങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. PSC ബുള്ളറ്റിൻ ആയതുകൊണ്ട് ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വേണമെങ്കിൽ ആലോചിക്കാൻ ഒരു പൊടിക്കൈക്ക് നമ്മുടെ ഹണി എന്ന് പറയുന്നൊരു സിനിമ നടിയില്ലേ, പേരൊക്കെ നിങ്ങൾക്ക് അറിയാലോ മാഡത്തിന്റെ. അപ്പൊ അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കൊല്ലത്തെ മേയർ ആരെന്ന് ഞാൻ ഒരിക്കലും പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഹണി ബെഞ്ചമിൻ, പെട്ടെന്ന് അല്ലെങ്കിൽ തേൻ ആലോചിച്ച് വെക്കുക, ഹണി. അപ്പോ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. നമ്മൾ ഏറ്റവും പുതിയ നിയമനങ്ങൾ പഠിച്ചപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. തുഹിൻ കാന്ത പാണ്ഡെ. ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. പഠിച്ചു വെക്കുക, ഉറപ്പാണ് ചോദ്യം. സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. തുഹിൻ
കാന്ത പാണ്ഡെ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട അധികം ഇമ്പോർട്ടന്റ് ഇല്ല എന്ന് തോന്നുന്ന ഒരു ചോദ്യമാണെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. സ്പൈസസ് എന്ന് കേൾക്കുമ്പോൾ സംഗീത. സ്പൈസസ് കേൾക്കുമ്പോൾ സംഗീതമായിരിക്കും അല്ലെ. നമുക്ക് ഇഷ്ടമാണ് സ്പൈസസ്, അതുപോലെ നമുക്ക് ഇഷ്ടമാണ് എന്ത്? സംഗീതം. അപ്പൊ സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. പഠിച്ചു വെക്കുക. കടമ്മനിട്ട പുരസ്കാരം നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ PDF ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കടമ്മനിട്ട പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? എം ലീലാവതിക്കല്ലേ. പഠിച്ചു വെക്കണേ. ആർക്കാണ്? എം ലീലാവതി. കടമ്മനിട്ട പുരസ്കാരം 2025 കിട്ടിയത് എം ലീലാവതിക്കാണ്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡ് അർഹനായി. 2024 അവാർഡാണ് 2025 കൊടുക്കുന്നത്. 2025 കൊടുത്ത മികച്ച കളക്ടറെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമേഷിനാണ്. ഉമേഷ്. ഓക്കെ, ജസ്റ്റ് ആ പേര് ആലോചിച്ച് നോക്കുക. ഉമേഷ് എന്നൊരു പേര് കേട്ടോ. നമ്മുടെ ചുറ്റുപാടുള്ള ഒരു പേരല്ല ഉമേഷ് മികച്ച ജില്ലാ കളക്ടർ ആയിട്ടോ. സ്വീഡന്റെ അർമാൻഡ് ഡുപ്ലാന്റിസ്. ആ പേരൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ മാറ്റി ചെയ്ത സ്ഥലമില്ല, അതുകൊണ്ടാണ്. എന്നാൽ ജസ്റ്റ് ചെയ്താൽ അർമാൻ. ആ പേരൊരു വെറൈറ്റി പേരല്ലേ, അർമാൻ. കേട്ടോ നിങ്ങൾ അർമാൻ എന്ന് പഠിക്കുക കേട്ടോ. അർമാൻ ഡ്യുപ്ലാന്റിസ്. അർമാൻ ഡ്യൂപ്പ് അല്ല, അദ്ദേഹം പോൾ വോൾട്ട് താരമാണ്. നോക്കൂ, 11ാം തവണയും ലോക റെക്കോർഡ് നേടി സ്വീഡനാണ്. അർമാൻ ദ ഡ്യുപ്ലാന്റിസ്. ഇദ്ദേഹം ഈ താരമാണ്. സ്വീഡൻ. ഓക്കെ, പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നമ്മുടെ PDF ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ 2 സ്ഥാപനങ്ങൾക്ക് നവരത്ന പദവി കിട്ടി. ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ? ഒന്ന് IRCTC അല്ലെ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആപ്പ് നിങ്ങൾക്ക് കണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, IRFC. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഈ 2 സ്ഥാപനങ്ങൾക്ക് നവരത്ന പദവി കിട്ടി. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു. ഉറപ്പായിട്ട് ചോദിക്കും. നവരത്ന പദവി 2 റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, അതുപോലെ തന്നെ IRCTC, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെ, IRFC. നോക്കൂ, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഡ്രഗ്സിനെതിരെ, മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കൂളുകളും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും NSSും കൂടി ചേർന്നുള്ള ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ. വെറുതെ എന്തിനാ ലഹരി? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. NSS, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എക്സൈസ് വകുപ്പ് ലഹരി വ്യാപാരം തടയുന്നതിനായി അല്ലെ ആരംഭിച്ചൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സ്റ്റേറ്റ് അല്ല, ക്ലീൻ സ്ലേറ്റ് അല്ലെ. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ആണ്. പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയ 2 പദ്ധതികളാണ്. എക്സൈസ് ലഹരി വ്യാപാരം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആരംഭിച്ചു, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു പദ്ധതി പഠിച്ചു വെക്കുക. നോക്കൂ, അവിടെയാണ് ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി അഥവാ AI ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് വേണ്ടി AI സാങ്കേതികത ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് കേരളമായിട്ട് മാറുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കണം. വളരെ സ്റ്റാർ ഇട്ട് വെക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും തമിഴ്നാടൊക്കെ പോലെ ബസ്സിൽ, KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര സർവീസ് ആരംഭിച്ചത് എവിടെയാ ചോദിച്ചാല് തൃപ്പങ്ങോട്. അവിടെ ക്ഷേത്രങ്ങളല്ലേ. അപ്പൊ തൃപ്പങ്ങോട്, മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല തൃപ്തിയാണ്. കാരണം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ നല്ല തൃപ്തിയോടുകൂടി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നാട് കേരളത്തിലുണ്ട്. ആദ്യമായിട്ട് KSRTC സൗജന്യ ബസ് സർവീസ് ആരംഭിച്ചു. തൃപ്പങ്ങോട്. അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ്, ഇതൊക്കെ നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റൊരു PDF വലുതായി തന്നിൽ നിങ്ങൾക്ക് ഞാൻ അപ്പൊ അതിനകത്തുണ്ട്. അഞ്ജു രതി റാണ. മേഡത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? ലോ കേന്ദ്രത്തിന്റെ ലോ സെക്രട്ടറി ആരാണ് ചോദിച്ചാല് അഞ്ജു രതി റാണ. പഠിച്ചു വെക്കണം. നിലവിലെ ഇന്ത്യയുടെ ലോ സെക്രട്ടറി ആണ് അഞ്ജു രതി റാണ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്, സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവാൻ പോകുന്നത് ആസാമാണ്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തിലെ ആദ്യത്തെ സംസ്ഥാനമാകാൻ മാറുന്നത് ആസാമാണ്. മക്കളെ, 1925 നിങ്ങൾക്കറിയാം ഗാന്ധിയുടെ 2ാമത്തെ കേരള സന്ദർശനമായിരുന്നു. ആ സമയത്ത് ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയിരുന്നു. 1925 മാർച്ച് 12-നാണ്. ആ ഡേറ്റ് പഠിച്ചു വെച്ചോ, അല്ലാതെ ഹിസ്റ്ററി ചോദിക്കും. അതിന്റെ ഒരു 100ാമത്തെ വാർഷികം നമ്മൾ ആചരിക്കുന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലോക ജൂനിയർ ചെസ് കിരീടം.
ജൂനിയർ എന്ന് കേൾക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു ജൂനിയർ അല്ലേ പ്രണവ് മോഹൻലാൽ. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുട്ടികളെ കയറി പ്രണവിനെ പിടിക്കും അല്ലെ. പ്രണവ് ആലോചിച്ച് വെക്കുക, ചെസ്സിൽ ഒരുപാട് പേരുകൾ വരുന്നതാണ്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് കിട്ടിയത് അല്ലെങ്കിൽ ആരാണ്? പ്രണവ് വെങ്കിടേഷ്. ആരാണ് മക്കളെ? പ്രണവ് വെങ്കിടേഷ് കേട്ടോ. ഫിഡയുടെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് ആരാടാ? പ്രണവ് വെങ്കിടേഷ്. പ്രണവ് വെങ്കിടേഷ്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ പിടിച്ചേ. ആകാശഗംഗകളെ കുറിച്ച് സമഗ്ര പഠനത്തിന് സ്ഫിയറെക്സ്. എന്താണ്? സ്ഫിയറെക്സ് ട്ടോ. ഇതൊക്കെ ഞാൻ അല്ലാതെ മാറ്റി നിങ്ങൾക്ക് വേറെ PDF തരും കേട്ടോ. അപ്പൊ സ്ഫിയറെക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ചത് നാസയാണ്. ആകാശഗംഗകളെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്ഫിയറെക്സ്. സ്ഫിയറെക്സ് പഠിച്ചു വെക്കുക. മറ്റൊരു വ്യത്യസ്തമായ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ് അല്ലെ. നമ്മൾ ദേശീയ ഗെയിംസ് പല ഇവന്റ് പഠിക്കുമ്പോഴും 37ാമത് അഖിലേന്ത്യ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി. പഠിച്ചു വെക്കണം. 37ാമത് അഖിലേന്ത്യ തപാൽ കലാമേള എവിടെ വെച്ചാണ് നടന്നത് എന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഞാനത് പിൻ മെസ്സേജിൽ ഉത്തരം കൊടുക്കാം കേട്ടോ. അപ്പൊ 37ാമത് അഖിലേന്ത്യ തപാൽ കലാമേള കേരളം ജേതാക്കളായി. കേരളം ജേതാക്കളായി. പഠിച്ചു വെക്കുക. തപാൽ മേള. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് മാധവ്. മാധവ് എന്ന് കേൾക്കുമ്പം MP എന്ന് കേൾക്കുമ്പോൾ 58. പിടിക്കുക മക്കളെ. കടുവ. ഇന്ത്യയുടെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചത് മാധവ് ദേശീയോദ്യാനത്തെയാണ്. മാധവ് ദേശീയോദ്യാനം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചു എന്ന് PSC ബുള്ളറ്റിൻ പറയുകയാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു മാർക്ക് കാർണി. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം +2 ഒക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിൽ IELTS ഒക്കെ പോയിട്ട് പാസ്സായി കാനഡയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പുറത്തേക്ക്, പ്രത്യേകിച്ച് കാനഡയിൽ പോയി ജോലി ചെയ്യുക ഭയങ്കര സ്വപ്നമാണ്. അപ്പൊ നല്ല മാർക്ക് കാണിച്ചാലേ കാനഡയ്ക്ക് പോകാൻ പറ്റൂ. കാനഡയുടെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് കാർണി പഠിച്ചു വെക്കണം. മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ്. ഞാൻ മാറ്റി ചെയ്താ. മാർക്ക് കാർണി. ഇതാ അടുത്ത സെക്രട്ടറിയേറ്റ് പോയ അല്ലെങ്കിൽ മറ്റേ എക്സാം ചോദിക്കും. മാർക്ക് കാർണി UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്ക് നടന് കിട്ടുകയാണ്. അപ്പൊ UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടിയ നമ്മുടെ ചിരഞ്ജീവിക്കാണ്. ആർക്കാണ്? നമ്മുടെ ചിരഞ്ജീവിക്കാണ്. തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക് UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റ് 2 പുരസ്കാരങ്ങളാണ് 2021-22. ആ കൊറോണ സമയത്തെ കാര്യം ആലോചിക്കാം. ഇത് ആരാണ് നൽകുന്നത്? കേരള സർവകലാശാല നൽകുന്ന ONV പുരസ്കാരമാണ്. കേരള സർവകലാശാല നൽകുന്ന ONV പുരസ്കാരം 2 പേർക്കാണ്. 21-ൽ MK സാനു, 22-ൽ M മുകുന്ദൻ. ഞാൻ എഴുതുന്നില്ല, ഇവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിന്റെ PDF ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുക്കട്ടോ. ടെലഗ്രാം ചാനൽ ലിങ്ക് കമന്റിലുണ്ട്. 2021-22 വർഷത്തെ 2 വർഷമാണ്. 21-ലെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം കിട്ടിയത് MK സാനുവിനും 22-ൽ M മുകുന്ദനുമാണ്. മക്കളെ ശ്രദ്ധിക്കൂ. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മിഷൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മിഷൻ എവിടെ വരുന്നു? തിരുവനന്തപുരത്ത് വരുന്നു. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. പഠിച്ചു വെക്കണം. നന്നായിട്ട് ആളുകൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അങ്ങനത്തെ രാജ്യങ്ങൾ, ബംഗ്ലാദേശ് വലിയ പോപ്പുലേഷൻ അല്ല, പാകിസ്ഥാൻ, ഇന്ത്യ, ഇവിടെയൊക്കെയാണ് വളരെ മോശമായിട്ടുള്ള വായു ഉള്ളത്. അപ്പൊ ആലോചിക്കുക, വായു മലിനീകരണത്തിൽ കഴിഞ്ഞ വർഷത്തെ IQ എയറിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സ്ഥാനം 5ആണ്. ക്യാപിറ്റലുകളൊക്കെ വെച്ച് നോക്കുക, രാജ്യത്തിന്റെ തലസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഡൽഹി അതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ രാജ്യങ്ങളുടെ കൂടുതൽ 5ാം സ്ഥാനത്ത്. അപ്പൊ 1ാം സ്ഥാനത്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ചെറിയൊരു ട്രിക്ക് പറയാം. ചാട് എന്ന് പറയാം. എങ്ങോട്ടാ ചാടേണ്ടത്? ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾക്ക് അറിയാലോ. ആ മാപ്പിനകത്ത് ബംഗ്ലാദേശ് എന്നുള്ള സ്ഥലവും പാകിസ്ഥാൻ എവിടെയുണ്ട് അല്ലെ. ഇപ്പൊ ബംഗ്ലാദേശ് ചാടാൻ പറയാം. ചാട് ബംഗ്ലാദേശിന് പാകിസ്ഥാനിലേക്ക് എന്നാലോചിക്കാം. എന്നിട്ട് കൊരങ്ങ എന്ന് വിളിച്ചോ. ചാട് ബംഗ്ലാദേശിന് പാകിസ്ഥാനിലേക്ക് കൊരങ്ങ. കാരണം നമ്മൾ ഇന്ത്യക്കാർ ഡീസന്റ് ആണല്ലോ. അവസാനം ഇന്ത്യയിലേക്ക് എന്നിട്ട് വന്നാൽ മതി. ചാട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കൊരങ്ങ, എന്നിട്ട് ഇന്ത്യയിലേക്ക് വാ. കൊരങ്ങ എന്നൊക്കെ പറഞ്ഞു നോക്കട്ട. ചാട് അതാണ് 1ാം സ്ഥാനത്ത്, ബംഗ്ലാദേശ് 2ാം സ്ഥാനത്ത്, പാകിസ്ഥാൻ 3ാം സ്ഥാനത്ത്. കോങ്കോ ആണ് കൊരങ്ങൻ എന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. കോങ്കോ കോം എന്നുള്ളത് കിട്ടും കൊരങ്ങൻ അല്ലെ. ഇന്ത്യ 5ാം സ്ഥാനത്ത്. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ഇമ്പോർട്ടന്റ് ആയ പേരാണ്. ഞാൻ ഇവിടെ മാറ്റി എഴുതാം, നിങ്ങൾക്ക് എന്റെ പിറകെ കാണുമെന്ന് അറിയില്ല. അജയ് സേത്ത്. എന്താണ് അജയ്?
അജയ് സേത്. അജയ് സേത് പഠിച്ചു വെച്ചേ. അജയ് സേത് ധനകാര്യം. അല്ലെ സേട്ടുമാർ ഭയങ്കര പൈസ പണ്ടത്തില്ല, നമുക്ക് ഓരോരോ ആവശ്യത്തിന് സേട്ടുമാർ. അപ്പൊ ഇത് അജയ് സേത്താണ്. അജയ് സേട്ടല്ല, സേത്ത്. അപ്പൊ പഠിച്ചു വെക്കുക മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ് 2025 ലോകകപ്പ് കബഡി. ഇപ്പൊ പുരുഷരാണെങ്കിലും വനിതയാണെങ്കിലും ലോകകപ്പ് പുരുഷ കബഡി വനിതാ കബഡി നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇതിനൊരു പ്രത്യേകത, നടന്നത് മാത്രമേ PSC ബുള്ളറ്റിന് കൊടുത്തിട്ടുള്ളൂ. വിജയിച്ചത് രണ്ടും ഇന്ത്യയാണെന്ന് പഠിച്ചു വെക്കുക. കപ്പടിച്ച ഇന്ത്യയാണ്. കബഡി ലോകകപ്പ് 2025 നടന്നത് ഇംഗ്ലണ്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ 2025 കബഡി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 2020 കണ്ടോ ചാമ്പ്യൻസ് ട്രോഫി. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എക്സാമിന് 2 ദിവസം പറഞ്ഞ എക്സാമിന് ചോദിച്ചു. അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് കിട്ടുന്നു ദുബായിൽ നടന്ന ഫൈനലിൽ. ഇനി അടുത്ത എക്സാമിന് നിങ്ങളോട് ചോദിക്കാം, എവിടെയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ നടന്നത്? ദുബായ്. ആരെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്? ന്യൂസിലാൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടമാണ്. ഇതുവരെ ഇന്ത്യ 3 തവണയാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത്. 3 തവണ നേടി. 2025 ചാമ്പ്യൻസ് ട്രോഫി ദുബായിൽ വെച്ച് നടന്നു ഫൈനൽ മത്സരം. അതിനകത്ത് ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു പോയിന്റ് ആണ് രഞ്ജി ട്രോഫി. കൂട്ടുകാർക്കറിയാം സന്തോഷ് ട്രോഫി നേടിയത് ബംഗാൾ ആണെങ്കിൽ രഞ്ജി ട്രോഫി വിദർഭയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് രഞ്ജി ട്രോഫി 2025 കിട്ടിയത് വിദർഭയ്ക്കാണ്. ഇവർ കേരളത്തെയാണ് രഞ്ജി ട്രോഫിയിൽ പരാജയപ്പെടുത്തിയത്. 2 കൂട്ടരും. സന്തോഷ് ട്രോഫിയിൽ ബംഗാൾ പരാജയപ്പെടുത്തിയത് നമ്മളെ കേരളത്തെയാണ്, രഞ്ജി ട്രോഫിയിലും പരാജയപ്പെടുത്തിയത് കേരളത്തെയാണ്. അപ്പൊ കേരളം റണ്ണറപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 37 റൺസിന്റെ ലീഡൊന്നും പഠിക്കണ്ട. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിന്റെ പേര് പഠിച്ചു വെക്കുക. എന്താണ്? യാഷ്. നമ്മള് KGF സിനിമ കണ്ടവരായിരിക്കും മിക്കവരല്ലേ. കാണാത്ത ആരെങ്കിലും ഉണ്ടോ? യാഷിനെ അറിയാത്തവരുണ്ടോ? നടൻ അല്ലെ. ഇപ്പൊ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരെ കൂടുതൽ യാഷ് വരും. യാഷ് നമ്മളെ ചെക്കനല്ലേ. അപ്പൊ യാഷ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത്. ഏതിൽ? രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ്. മതി, യാഷ് റാത്തോഡ് 960 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റോ? അത് ദുബായിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ബോൾ എറിഞ്ഞുകൊണ്ടാണ് വിക്കറ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫിയിൽ വിക്കറ്റ് കിട്ടിയത് ഹർഷ ദുബെ എന്ന പേര് ഞാൻ ദുബായ് ആക്കി. അപ്പൊ ദുബായ്ക്കാരന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് അടിച്ചു ഹർഷ ദുബെ അല്ലെ. 69 വിക്കറ്റ് ആണെങ്കിൽ യാഷ് റാത്തോഡ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു. നല്ലൊരു ചോദ്യമാണ്, എല്ലാവർക്കും കിട്ടും. കാരണം 2024 സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് അല്ലെ, നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ പോയി മെഡൽ നേടിയ മനു ഭാക്കർ. BBC ഇന്ത്യൻസ് വുമൺ ഓഫ് ദി ഇയർ 2024 കിട്ടിയത്. പഠിച്ചു വെക്കുക, ഷുവർ ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ ഇതൊക്കെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. മനു ഭാക്കറിനാണ് BBC വുമൺ ഓഫ് ദ ഇയർ 2024 കിട്ടിയത്. മക്കളെ, ഇനി ഒരു 4 പേരാണ്. 4 പേരും മരണപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഈ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ജീൻ ഹാക്ക്മാൻ. ജീൻസ് ഒക്കെ ഇട്ട് ഹാക്ക് ചെയ്യാൻ വരുന്ന ഒരു നടനായിരുന്നു. ഓസ്കാർ ജേതാവായ ഒരു നടനാണ് ജീൻ ഹാക്ക്മാൻ. ജീൻസ് ഇട്ട് ഹാക്ക് ചെയ്യാൻ വരുന്നു ജീൻ ഹാക്ക്മാൻ. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം ഗാനരചയിതാവാണ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ബോക്സിംഗ് ഇതിഹാസം. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ ഇട്ട് വെക്കാം. ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ. ഞാനിത് വേറെ PDF തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു, ജോർജ് ഫോർമാൻ ബോക്സിംഗ് ഇതിഹാസം. വിഖ്യാത സോവിയറ്റ് ചെസ് താരമാണ് ആര്? ബോറിസ് സ്പാസ്കി. പഠിച്ചു വെക്കണേ. ആരാണ്? ബോറിസ് സ്പാസ്കി ചെസ് താരമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനത്ത് ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കഥയാണ്. സ്വാഭാവികമായിട്ടും കിട്ടും. എവിടെയാണ് സംസ്ഥാനത്ത് PSC മ്യൂസിയം? PSC മ്യൂസിയം എവിടെയാണ്? മ്യൂസിയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 59ാമത് ജ്ഞാനപീഠം, ഇദ്ദേഹത്തിന്റെ കൃതികളും എല്ലാം നമ്മൾ പഠിച്ചാണ്, എല്ലാവർക്കും അറിയാം. 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠം വിനോദ് കുമാർ ശുക്ല. അദ്ദേഹം ഏത് നാട്ടുകാരാണ്? അദ്ദേഹം ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, ഇന്നത്തെ ക്ലാസ്സിൽ ഇനിയുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത കിടിലൻ 2 പോയിന്റ് ആണെന്ന് പാമ്പൻ പാലം എന്ന് പറയുമ്പോൾ അതിന്റെ പഴയ ചരിത്രവും ചിലപ്പോൾ ചോദിക്കാം. മക്കളെ, 1917 ആദ്യത്തെ ഒരു പാമ്പൻ പാലം തകർന്നു പോയല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ പാമ്പൻ പാലം ആദ്യമായിട്ട് പണിയുന്നത്, ഉദ്ഘാടനം ചെയ്തത് 1914 പണ്ടത്തെ കേട്ടോ. 14 ഫെബ്രുവരി മാസം 24-ാം തീയതി.
1914 മറന്നു പോകേണ്ട 1914. ഓക്കെ, ഇത് റെയിൽവേ പാലമാണ് കൂട്ടുകാർക്ക് അറിയാം അല്ലെ. ഇത് മുന്തുബം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി മണ്ഡപം എന്നിവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അപ്പൊ രാമേശ്വരം ദ്വീപിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന, അപ്പൊ മണ്ഡപം ടു രാമേശ്വരം ആലോചിച്ച് വെക്കുക. മണ്ഡപം ടു രാമേശ്വരം കേട്ടോ. മുന്തുബം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പരീക്ഷ ചിലപ്പോൾ മുന്തുബം എന്നാക്കി വരും കേട്ടോ മലയാളത്തിൽ. എത്രയായിരുന്നു അന്നത്തെ ഇതിന്റെ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ 2065 മീറ്റർ ആയിരുന്നു ദൈർഘ്യം. പഠിച്ചു വെക്കണം. ആദ്യത്തെ പാമ്പൻ പാലത്തിന്റെ ദൈർഘ്യം ഏകദേശം 2065 മീറ്റർ ആയിരുന്നു. കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാലമായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1914 ബ്രിട്ടീഷുകാർ ഭരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് കടൽ റെയിൽ പാലമായിരുന്നു ഏത്? പാമ്പൻ പാലം. സെറ്റാണ്. അത് തുറക്കുന്ന ഒരു വിഭാഗം ഒരു ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് ആയിരുന്നു. തുറക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് എന്ന് പറയാം. നിർമ്മിച്ചത് ഒരു പ്രത്യേക ടെക്നോളജിയാണ്. നോക്കൂ, ഷെർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി കേട്ടോ. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. പാലം കടക്കുന്ന ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത് പാമ്പൻ ചാനൽ എന്നായിരുന്നു അറിയപ്പെടുന്നത്. പാമ്പൻ ചാനൽ, നമ്മൾ 10 ഡിഗ്രി ചാനൽ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതായിരുന്നു അറിയപ്പെടുന്നത് കേട്ടോ പാലം കടക്കുന്ന സ്ഥലം. മുൻകാലത്തെ പ്രധാനപ്പെട്ട ഇതിലൊരു പ്രത്യേകത, തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു ഈ പാമ്പൻ പാലം. കാലക്രമേണ കെടുതികൾ കണ്ടതിനാൽ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് പഴയ പാലത്തിന്റെ പ്രത്യേകത, ഇത്രയും പ്രത്യേകത നിർബന്ധ നോട്ട് ചെയ്തൊക്കെ 1914 അല്ലെ. ഈ പറയുന്ന മുന്തുബം അല്ലെങ്കിൽ മണ്ഡപം ടു രാമേശ്വരമാണ്. 2065 മീറ്റർ ആയിരുന്നു അതിന്റെ ഒരു നീളം. ആദ്യത്തെ കടൽപ്പാലമായിരുന്നു അല്ലെ, പാമ്പൻ ചാനൽ എന്നറിയപ്പെട്ടിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ 2025 അല്ലെ. നമ്മൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച എക്സാമിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാം തന്നില്ല, മോക്ക് ടെസ്റ്റ്, ഏപ്രിൽ 6 അല്ലെ. മക്കളെ, ഇത് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിജി എന്നറിയാം. 2025 ഏപ്രിൽ 6 പഠിച്ചു വെക്കുക. എന്നായിരുന്നു ആക്ച്വലി ഇതിന്റെ തുടക്കം, അല്ലെങ്കിൽ ഇത് പദ്ധതി ആരംഭിച്ചു വെച്ചാൽ 2019 സ്റ്റാർട്ട് ചെയ്ത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2019. ഓക്കെ, ഏകദേശം ഇതിന്റെ നീളം ഏകദേശം സെയിം ആണ് പണ്ടത്തെ വെച്ച് 2.07 കിലോമീറ്റർ അല്ലെ. മീറ്ററിലാണ് കിലോമീറ്റർ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ഓട്ടോമാറ്റഡ് ലിഫ്റ്റ് സംവിധാനമാണ്. ഇങ്ങനെ പൊന്തിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു ലിഫ്റ്റ് സംവിധാനമാണ് ഈ പാമ്പലത്തിലുള്ളത്. കാരണം ഈ ബോട്ടുകൾ കണ്ട നിങ്ങൾ, കപ്പലുകളൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു ചാല് പോലെയാണല്ലോ, അപ്പൊ ക്രോസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഓട്ടോമാറ്റഡ് ലിഫ്റ്റ് സംവിധാനമാണ്. ഇത് 63 മീറ്റർ ഭാഗം ഉയർത്താനാകും പുതിയ പാലം. എത്ര മീറ്റർ ആണ്? 63 മീറ്റർ. ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം സംഖ്യ, 63 മീറ്റർ. ഇപ്പൊ 2.07 കിലോമീറ്റർ ആണ്. 2019 ആരംഭിച്ചു. 63 മീറ്റർ സംഖ്യ പഠിച്ചു വെക്കുക, 63 മീറ്റർ ഭാഗം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ്, ഇതിലൂടെ 200 കിലോമീറ്ററൊക്കെ ട്രെയിന് പോകാൻ പറ്റും? ഇല്ല, കടൽ നമ്മൾ കൂടെ റിസ്ക് ആണ്. പരമാവധി മാക്സിമം വേഗത 100 കിലോമീറ്റർ പെർ ഹവർ ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ പാലത്തിന് പകരമാണ് കൂടുതൽ സുരക്ഷാ ശേഷിയുള്ള ഒരു പുതിയ പാലം. ഭാവിയിലേക്ക് നോക്കുന്നത് ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ രീതിയിലാണ് പുതിയ പാലം. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ, വൈദ്യുതീകൃത നിയന്ത്രണം, അടിയന്തര ഇടപെടൽ സംവിധാനം ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇത് നിർമ്മാണം നടത്തിയ ടീമിന്റെ പേര് കൂടി ഞാൻ പറയാം. RVNL. നമ്മൾ BSNL ഒക്കെ പറഞ്ഞ RVNL, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്തു. 2019 സ്റ്റാർട്ട് ചെയ്ത് 2.07 കിലോമീറ്റർ അല്ലെ. 63 മീറ്റർ ആയിരുന്നു ഇതിന്റെ ഈ പറയുന്ന ഉയർത്തുന്ന ഭാഗം. അതുപോലെ തന്നെ 100 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് സഞ്ചരിക്കാൻ പറ്റുക. ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ. നോക്കൂ, ഇലോൺ മസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ഗ്രോക്ക് 3 പഠിച്ചു വെക്കണം. ഗ്രോക്ക് 3 ഇലോൺ മസ്കിന്റെ പുതിയ AI ആണ്. മക്കളെ, ബ്ലൂ ഗോസ്റ്റ്, ഒരു പ്രേതം, ഒരു നീല പ്രേതം ആലോചിക്കട്ടോ. ബ്ലൂ ഗോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പേര്. എന്താണ്? ബ്ലൂ ഗോസ്റ്റ്. കിട്ടൂലേ? ബ്ലൂ ഗോസ്റ്റ്, ബ്ലൂ ഗോസ്റ്റ്. ഓക്കെ, പേടകം. ആ ഒരു പേടകത്തിന്റെ പ്രത്യേകത ചന്ദ്രനിൽ ഇറക്കുകയാണ്. അമേരിക്കൻ സ്വകാര്യ കമ്പനിയാണ്. ഫയർഫ്ലൈ എന്ന് പറയുന്ന കമ്പനിയാണ്. മക്കളെ, ഏതാണ്? ഫയർഫ്ലൈ എയറോസ്പേസ്. പഠിച്ചു വെക്കണേ. ഇതിന്റെ പ്രത്യേകത ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അടുത്ത ചോദ്യം ഇതാണ്, 2ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ ലാൻഡർ ഏതാണ്? ഫസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങുന്നത് അറിയുന്നവരുണ്ടാവും, കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് പിൻ ചെയ്ത് മെസ്സേജ് നോക്കിയാൽ മതി കേട്ടോ.
അപ്പൊ നോക്കൂ, ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കി അമേരിക്ക എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് സുരക്ഷിതമായി, പ്രത്യേകം ശ്രദ്ധിക്കണം. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് മക്കളെ. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ആദ്യം പോയത് കംപ്ലീറ്റ് എന്താണ്, ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നില്ല ലാൻഡിങ്. ഇത് കംപ്ലീറ്റ് വിജയമാണ്. ബ്ലൂ ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതമായത് കൊണ്ടേ ആലോചിച്ച് വെക്കാൻ പറയണേ. ബ്ലൂ ഗോസ്റ്റ് ആണ്, നല്ല ഫയർ ഫ്ലൈ അല്ലെ, എയറോസ്പേസ് ആണ് അയച്ചത്, നല്ല ഫയർ ഫ്ലൈ ആണ്. അവർ ബ്ലൂ ഗോസ്റ്റിനെ വിട്ടുകൊണ്ട് അവർ മാന്യമായിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി, നല്ല ഉഷാറായിട്ട്. മക്കളെ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ്. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരം കിട്ടിയത് KV കുമാരനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ മുമ്പ് ക്ലാസ് എടുത്താണ് അല്ലെ, യാനം ഒക്കെ കാണിച്ച ഓർമ്മയില്ലേ ബുക്ക്. അപ്പോ എൽ ഭൈരപ്പ, ആ എൽ ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം എന്ന പേരില് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് KV കുമാരനാണ്. ആനയ്ക്ക് KV ലൈൻ അടിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം KV കുമാരൻ. അടുത്തത് ചില ആളുകൾ വിരമിച്ചതാണ്, ഒരു 3 പേര് ഇതാ. ഞാൻ ജസ്റ്റ് ഇവരുടെ പേരും ഇവരുടെ ഐറ്റവും ഇനവും പറയാം, അത് മതി. 3 വിരമിച്ച ആളുകളാണ്. ചിലപ്പോൾ ചോദിക്കാം, സ്റ്റീവൻ സ്മിത്ത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റീവൻ സ്മിത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ്. സ്റ്റീവൻ സ്മിത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ്. അജന്ത ശരത് കമൽ കൂട്ടുകാർക്ക് അറിയുന്നതാണ്. 2022 രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്നൊക്കെ നേടിയ ടേബിൾ ടെന്നീസ് താരമാണ്. മണിക ബത്ര ടേബിൾ ടെന്നീസ് അല്ലേ? അപ്പൊ അതുപോലെ ഒരു ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് കമൽ. ഇദ്ദേഹം വിരമിച്ചു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ക്രിക്കറ്ററാണ് മുഷ്ഫിഖുർ റഹീം. എനിക്ക് അദ്ദേഹത്തിന്റെ കളിയൊന്നും അറിയില്ലെങ്കിലും പഠിച്ചു വെക്കുക, മുഷ്ഫിഖുർ റഹീം അല്ലെ, ക്രിക്കറ്റ് കാണുന്നവർക്ക് പക്ഷെ അറിയണ്ടാവും. മുഷ്ഫിഖുർ റഹീം ക്രിക്കറ്ററാണ് ബംഗ്ലാദേശ്. മറ്റൊരു പോയിന്റ് ആണ് ഇത്, ഞാൻ ഇങ്ങനെ വായിച്ച സമയം പോകുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ അബുദാബി, ബഹ്റൈനിലെ, ശ്രീലങ്ക, ഇവിടെയൊക്കെയുള്ള പരമോന്നത പുരസ്കാരങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കുക, മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ഇങ്ങനെ വരും. അപ്പൊ മൗറീഷ്യസിന്റെ പരമോന്നത പുരസ്കാരം കിട്ടി, മോദിക്ക് കിട്ടി. എന്റെ പോയിന്റ് ഒന്നുമല്ല, മൗറീഷ്യസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, ശ്രദ്ധിക്കണം. അയാളുടെ പേര് ധരംബീർ. ഇതിനകത്ത് കൊടുക്കുന്ന ഇങ്ങനെ തന്നെ, അതുപോലെ ഞാൻ എഴുതുന്നുണ്ട്, ധരംബീർ ഗോകുലാണ്. ഗോകുൽ സുരേഷ് എന്നൊക്കെ നിങ്ങൾക്ക് നടൻ. അപ്പൊ ഗോകുൽ കേൾക്കുമ്പോൾ ഒരു ഫീൽ, മലയാളി ഫീലൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ധാരാളം ബീർ കുടിക്കുന്ന ഒരു ഗോകുലാണ് എവിടെ ഉള്ളത്? മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സ്ഥലം നൽകിയ, അവിടെ ഒരുപാട് ബീറൊക്കെ കിട്ടും. അപ്പൊ ധാരാളം ബീർ കുടിക്കുന്നവനാണ് മൗറീഷ്യസിന്റെ പ്രസിഡന്റ്. അവിടുത്തെ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. അപ്പൊ മൗറീഷ്യസിന്റെ പ്രസിഡന്റ് ആരാണ്? ധരംബീർ ഗോകുൽ അല്ലെ, ആ പേരൊക്കെ അങ്ങനെ ആക്കിയതാണ്. ഇനി നമ്മൾ മുമ്പ് പഠിച്ചൊരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് അസ്ത്ര. അവിടെ മാറ്റി എഴുതാം, അസ്ത്ര V1. എന്താണ് പിള്ളേരെ അസ്ത്രം? നമ്മൾ എന്തിനാണ് അസ്ത്രം തൊടുക്കുന്നത്? കൃത്യമായിട്ട് പഠിക്കുക. കാട്ടിൽ നിന്നും അല്ലെങ്കിൽ കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനുമായിട്ട് കോട്ടയത്തെ IIT, ഞാൻ അന്ന് പറയുന്നത് IIT അല്ല, തെറ്റിപ്പോണ്ട, IIT ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം ഇവർ വികസിപ്പിച്ച മൃഗങ്ങളെ തുരത്തുന്നതാണ് അസ്ത്ര V1. ഇന്ത്യൻ പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് V രാമസ്വാമി. മരണപ്പെട്ടു. പഠിച്ചു വെച്ചേക്കുക, ജസ്റ്റിസ് V രാമസ്വാമിയെ കുറിച്ച് അല്ലാണ്ട് ചോദിക്കാം, GK ചോദിക്കാം. ഇന്ത്യയിലെ ഇംപീച്ച്മെന്റ് നടപടിക്ക് നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് V രാമസ്വാമി. അതുപോലെ തന്നെ സയ്യിദ് ആബിദ് അലി ചോദിക്കാം, ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം? എന്താണ്? ക്രിക്കറ്റ് കളിക്കാനാണ് സയ്യിദ് ആബിദ് അലി. ജസ്റ്റിസ് V രാമസ്വാമി ഓർത്തു വെച്ചേക്കാം. മുൻ കേന്ദ്രമന്ത്രിയൊക്കെ മരിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാ, ഇത് കേന്ദ്രമന്ത്രിയുടെ പേര് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ദേവേന്ദ്ര പ്രധാനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ലാറ്ററേറ്റ് ബേബി ഒരു വെറൈറ്റി ഡയലോഗ് അല്ലേ? നോക്കൂ, നിങ്ങൾ എത്ര പേർക്ക് അറിയാം ഇത്? ലാറ്ററേറ്റ് ബേബി എന്താണ് പിള്ളേരെ? ലാറ്ററേറ്റ് ബേബി എന്നറിയപ്പെടുന്ന ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം P രാജേന്ദ്രനാണ്. ആരാടാ? P രാജേന്ദ്രൻ. രാജേന്ദ്ര എന്നൊക്കെ വിളിക്കുന്നുണ്ട് മോഹൻലാൽ അല്ലെ, രാവണ പ്രഭു സിനിമയില്. രാജേന്ദ്രൻ എന്താണ്? ഒരു ബേബിയാണ് ആ സിനിമയിൽ അല്ലെ, മുണ്ടക്കൽ ശേഖരന്റെ ബേബി ആയിരുന്നു. ലാറ്ററൈറ്റ്, നമ്മൾ മണ്ണിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? അവസാനം വിജയരാഘവൻ കൊല്ലുന്നുണ്ട്. ലാറ്ററൈറ്റ് ബേബി P രാജേന്ദ്രൻ. ഇദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ലാറ്ററൈറ്റ് ബേബി, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് കേട്ടോ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞ ദൗത്യം നമ്മൾ അയച്ചത് അല്ലെ. അപ്പോ നമ്മൾ സ്പാഡക്സിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് യൂട്യൂബിൽ അല്ലാതെ ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സ്പാഡക്സ് എന്ന് പറയുന്ന നമ്മുടെ
ലോകത്ത് തന്നെ. ഇപ്പൊ ബഹിരാകാശത്ത് പോയിട്ട് അവിടെ ഡോക്കിങ് അല്ലെ ഒക്കെ നടന്ന ചിത്രവും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ രണ്ട് ഭാഗം അതിനകത്തുണ്ടായിരുന്നു, ഒരു ചേസറും ഒരു ടാർഗറ്റും അല്ലെ. ഈ പേടകങ്ങള് കൂട്ടി യോജിപ്പിക്കുന്ന പരിപാടികളും തിരിച്ച് വേർപെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ലോകത്ത് ഇങ്ങനെ ഈ ഡോക്കിംഗ് പരിപാടികൾ, പരീക്ഷണങ്ങൾ നടന്നത് 3 രാജ്യങ്ങൾ അതിനു മുമ്പ് വിജയിച്ചത്. ഒന്ന് USA, സ്വാഭാവികമായിട്ട് ചൈനയും റഷ്യയും. 4ാമത്തെ രാജ്യമായിട്ട് അല്ലെ ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യ. അപ്പൊ പഠിച്ചു വെച്ചേക്ക്, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ചേസർ, ടാർഗറ്റ് കാര്യമൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലുണ്ട്. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. ഈ 2025 ഈ പറയുന്ന ഡോക്കിംഗ് നടന്നത്. അപ്പൊ അത് എന്താണ് നടന്നത് ഡേറ്റ് ഓർമ്മയുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേ. മക്കളെ, NVS 02 ഉണ്ട്, അതിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇത് 2024 ഡിസംബർ മാസമാണ് ഇത് നടക്കുന്നത്, വിക്ഷേപിക്കുന്നത് കേട്ടോ. ഡിസംബർ മാസം 30-ാം തീയതി 2024. അപ്പോൾ ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ മുൻ ക്ലാസ്സുകൾ കാണണം. നിങ്ങൾക്ക് ISROയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നാളത്തെ എക്സാമിന് മുമ്പായിട്ട് ഞാൻ അതും അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇനി വനിതാ പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വനിതാ പ്രീമിയർ ലീഗിന്റെ മൂന്നാമത്തെ കിരീടം, തേർഡ് കിരീടം നേടിയ ആരാണ്? ഫസ്റ്റ് നേടിയ മുംബൈ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസ് ആണ്. ഇവർ ആരെ തോൽപ്പിച്ചു? ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചു. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ആണ്. ശ്രദ്ധിക്കണേ പിള്ളേരെ, നേരത്തെ പറഞ്ഞു 2025 ലോക കബഡി വനിതയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട് ജയിച്ചത് ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് കബഡിയുടെ ഇത് ഏഷ്യയിലെ വനിതാ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏഷ്യയിലെ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നത് ടെഹ്റാനിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ആരെ തോൽപ്പിച്ചു? ആ നാട്ടുകാരെ ഇറാനെ തോൽപ്പിച്ചു എന്ന് പഠിച്ചു വെക്കുക. ഇറാനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം വിജയിച്ചു. നോക്കൂ, കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു സംവിധാനം. എന്ത്? കർഷകരുടെ വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ടേ. അപ്പൊ നമുക്ക് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് വിളിക്കാം കേട്ടോ. ഡിജിറ്റൽ ക്രോപ്പ് ആണ്, DC, ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആലോചിക്കുക, എന്താണ് വിളകളുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി സർക്കാർ ആരംഭിച്ചു, കേന്ദ്ര സർക്കാർ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഓക്കെ, റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ വളരെ ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ട് ചോദിക്കും. നിങ്ങളോട് സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഒരു പേരാണ്, പഠിച്ചു വെക്കുക. പൂനം, അല്ലെങ്കിൽ അടുത്ത പരീക്ഷ ചോദിക്കും, പൂനം ഗുപ്ത പഠിച്ചു വെക്കണം. പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ. ഗവർണർ നിങ്ങൾക്ക് അറിയാം, സഞ്ജയ് ആരാണ്? മൂർത്തിയാണോ മൽഹോത്രയാണോ? മൽഹോത്രയാണ്. അപ്പോ റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണെങ്കിൽ മൂർത്തി ആരായിരുന്നു? അത് CAG ആണ്, മാറണ്ട. അപ്പൊ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയാണ്. മക്കളെ, ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, ഇലോൺ മസ്ക് ആണല്ലോ അല്ലെ. ആഗോളതലത്തിൽ ഒന്നാമത്. ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തി ആരാണ്? നമ്മുടെ മുകേഷ് അംബാനി ആണെങ്കിൽ മലയാളി ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, യൂസഫ് അലിയാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് തായ്ലാന്റിലാണ്. പഠിച്ചു വെക്കണം, ബിംസ്റ്റെക് തായ്ലാന്റ്. ബിംബമൊക്കെ വെക്ക് താഴത്താണ്, താഴത്തെ ലാൻഡിൽ എന്ത് വെക്കും? ബിംബങ്ങൾ വെക്കാറുണ്ട് പൂജിക്കാൻ. അപ്പൊ ബിംസ്റ്റെക് തായ്ലാന്റ്. ഇനി ഗ്രീസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചൊരു പോയിന്റ് ആണ്. ഗ്രീസില് അവരുടെ ഇന്ത്യയും ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യോമാഭ്യാസത്തിൽ ഇന്ത്യ പങ്കെടുത്ത് ചോദിക്കും. ഇനിയോച്ചോസ് എന്നാണ് അത് വായിക്കുക. ഇനിയോച്ചോസ് 25 കേട്ടോ. അപ്പൊ INIO എന്നൊക്കെ ഞാൻ കോഡാക്കി പറയുന്നു. അപ്പൊ ഇനിയോച്ചോസ് 2025 എവിടെയാണ്? ഗ്രീസിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, Under-20 എന്ന് കേട്ടപ്പോ പ്രണവ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രണവ് ഓർത്തു വെക്കുക, ഇത് അരവിന്ദിനെ ഓർത്തു വെക്കുക. ഇതൊക്കെ ഞാൻ നമ്മുടെ പിള്ളേർക്ക് ടെലഗ്രാമിൽ ചെറിയ പൊടിക്കൈകളൊക്കെ പറഞ്ഞു കൊടുക്കും. പ്രാഗ് മാസ്റ്റേഴ്സ് വേണമെങ്കിൽ പ്രാവ് മാസ്റ്റേഴ്സ് എന്നാക്കിക്കും അല്ലേ. പെട്ടെന്ന് എനിക്ക് വരി കിട്ടാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പാട്ടിന്റെ മ്യൂസിക് നിങ്ങളുടെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, അരവിന്ദൻ ഇങ്ങനെ പ്രാവിനെ പറത്തും, പ്രാവിനിടയിൽ ഇങ്ങനെ ഓരോ സാധനം എടുക്കും, അങ്ങനെ നോട്ടില്ലേ ഇങ്ങനെ വായിക്കും, അങ്ങനെ ഒരു പ്രണയത്തെ കൊടുങ്ങും. കേരളത്തെ ഇളക്കി മറിച്ചൊരു മനോഹരമായ അടിപൊളി ഹിറ്റ് ചിത്രമാണ്. അപ്പൊ പ്രാവ് അരവിന്ദൻ എന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം കിട്ടി. സിനിമ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തു കേട്ടോ, ഞാൻ പാട്ട് മൂളിയത്. അപ്പോ താഷ്കന്റ് ഓപ്പൺ, ആ കോഡ് കത്തിയവർ മാത്രം കമന്റ് ചെയ്താൽ, എല്ലാവരും കമന്റ് ചെയ്യണ്ട. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിൻ കിരീടം നേടി. നമ്മൾ ഒരുപാട് പിള്ളേരുണ്ട്, ഇപ്പൊ D ഗുഗേഷ്, അതുപോലെ തന്നെ പ്രജ്ഞാനന്ദ്, ഇവരൊക്കെ മാറിപ്പോരുതേ. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം. താഷ്കന്റ് ഓപ്പണിൽ പോയത് നമ്മുടെ ചെക്കൻ മലയാളി നിഹാൽ സരിൻ. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിനാണ് കിരീടം. പ്രാഗ് മാസ്റ്റേഴ്സോ അരവിന്ദ് ചിദംബരം. സെറ്റ്.
മകളെ ശ്രദ്ധിച്ചു വെക്കേണ്ട മറ്റൊരു പേരാണ് ഈ ചേട്ടനെ കണ്ട നിങ്ങൾ അല്ലെ, നമ്മുടെ മിൽഖാ സിംഗിനെ പോലെയൊക്കെ ഗുരീന്ദർ വീർ സിംഗ്, വീരനാണ്, നല്ല ഓട്ടക്കാരൻ, വീരൻ ഗുരീന്ദർ വീർ സിംഗ് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ഉസൈൻ ബോൾട്ടിനെ പോലെ 10.20 10:20 പഠിക്കാൻ സുഖമല്ലേ. സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഇട്ട വ്യക്തിയാണ് ഗുരീന്ദർ വീർ സിംഗ് അല്ലെ. തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ തുടങ്ങിയത് നിലവില് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റിൽ നിന്നുമാണ്. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആയിരുന്നു തോമസ് ബാക്ക്. ആ തോമസ് ബാക്കിനെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് IOC. പഠിച്ചു വെക്കുക. നോക്കൂ, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു വെക്കുക, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി നമ്മുടെ കൊച്ചിയൊക്കെ വേദിയാവുന്നുണ്ട്. ഈ അടുത്ത് നിങ്ങൾ മെസ്സി വരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇതിന്റെ വാർത്തകളൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ 2025 വനിതാ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. പിള്ളേരെ, ഇനി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അവാർഡുകളാണ് ഇത്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പഠിക്കാറില്ല, പക്ഷേ PSC ബുള്ളറ്റിൽ ഇങ്ങനെ ചോദ്യം വരുന്നതുകൊണ്ട് നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ പഠിച്ചു പോവുക കേട്ടോ. ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം, ഞാൻ കുറച്ച് പൊടികളൊക്കെ വേഗം പറയാം. ജ്ഞാനശ്രേഷ്ഠ ഒരു പുരസ്കാരമാണ്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയത് HV ഈശ്വരനാണ്. ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആർക്കാണെന്ന് പഠിച്ചു നോക്കുക. ജ്ഞാനം അല്ലെ, ജ്ഞാനം ശ്രേഷ്ഠമായിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വര ചിന്ത അല്ലെ. അപ്പൊ ജ്ഞാനശ്രേഷ്ഠ അങ്ങനെ ആലോചിച്ച് നോക്കിയാ പഠിക്കണേ. ഇതൊക്കെ പഠിക്കാനുള്ള പൊടിക്കൈ കേട്ടോ. ജ്ഞാനശ്രേഷ്ഠ ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം. വരദേവി പുരസ്കാരം കിട്ടിയതോ ഒരു വരദേവി അല്ലെങ്കിൽ എന്താ പറയാ വരദാനം കിട്ടുന്നു പണിക്കാർക്ക്. ആർക്കാണ്? ഒരുപാട് പണിക്കാർക്ക് നല്ല വരദാനം കിട്ടുന്നു അറിയിച്ചു കേട്ടോ. അപ്പൊ പണിക്കർക്ക് എന്നാണ് GN പണിക്കാർക്ക് അല്ലേ. ദേവിയുടെ എന്താ പറയാ ഒരു വരം കിട്ടുന്നു. ദേവി വരം, ദേവി അല്ലെ വരം കൊടുക്കുന്നു നമ്മുടെ പണിക്കാർക്ക്. അതുപോലെ ജ്ഞാനശ്രേഷ്ഠ കേൾക്കുമ്പോൾ HV ഈശ്വർ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതിലെ പല അവാർഡും നിങ്ങൾക്ക് എന്നോടൊരു മുഷിപ്പം വിചാരിക്കണമെങ്കിൽ പഠിക്കുക. വി മധുസൂദനൻ നായർ, കാരണം PSC ബുള്ളറ്റിനാണേ. വി മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം കിട്ടുന്നു. വി മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് വി മധുസൂദനൻ, അത് പഠിച്ചു കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം വി മധുസൂദനൻ നായർക്ക്. ഇനി അടുത്തൊരു കിടലൻ പുരസ്കാരമാണ് ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം. അപ്പം പ്രഥമ ജ്ഞാനശ്രേഷ്ഠ കിട്ടിയത് ഈശ്വരന്. ഭാരതീയ വിദ്യാകീർത്തി, ഭാരതത്തിലെ മൊത്തം അറിയപ്പെടുന്ന ഒരു കീർത്തിയുള്ള മനുഷ്യനാണ് ശ്രീകുമാരൻ തമ്പി എന്ന് പഠിച്ചു കേട്ടോ. ശ്രീകുമാരൻ തമ്പി സാറിന് ഭാരതീയ വിദ്യാകീർത്തി ശ്രീകുമാരൻ തമ്പി സാർ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നുണ്ട്. ഏതാണ്? മാതൃഭൂമി പുരസ്കാരം. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. 2024 മാതൃഭൂമി പുരസ്കാരം കിട്ടിയത് സാറാ ജോസഫിനാണ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ശില്പമൊക്കെയാണ് കൊടുക്കുക. അപ്പൊ നോക്കൂ, സാറാ ജോസഫ് 2024 മാതൃഭൂമി പുരസ്കാരം. ഇനി മറ്റൊരു വെറൈറ്റി പുരസ്കാരം, ഇതൊക്കെ പുതിയതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് കിട്ടിയത് 2 പേർക്കാണ്. നോക്കൂ, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ മുമ്പ് ഒരു കായിക പുരസ്കാരം കൊടുത്തിരുന്നു. PR ശ്രീജേഷനും KK സന്തോഷും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ്. അതുപോലെ പിള്ളേരെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ചിത്തിര തിരുനാൾ മഹാരാജാവ് അല്ലെ, നന്നായിട്ട് നമ്മളെ ഭരിച്ച ഒരു ഭരണാധികാരിയാണ്. അതുപോലെ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം നമ്മളെ ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് PR ശ്രീജേഷനും KK സന്തോഷനും. എന്നാൽ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് കിട്ടിയത് PR ശ്രീജേഷനും ഒപ്പം ജയറാമിനുമാണ്. നമ്മുടെ സിനിമ നടൻ ജയറാമിനെയും PR ശ്രീജേഷനും നിങ്ങൾ മനസ്സിലാലോചിക്കുക. എന്നിട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തി എന്ന് പഠിച്ചു വെക്കുക. ഒരു മാർക്ക് കിട്ടും. ഒളിമ്പ്യൻ PR ശ്രീജേഷനും ജയറാമിനും എന്ത് കിട്ടുന്നു? ചിത്തിര തിരുനാൾ ട്രസ്റ്റിന്റെ അവാർഡ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കാത്ത ഒരുപാട് അവാർഡുകൾ പെട്ടൊരു അവാർഡാണ് പ്രൊഫസർ കെടാക്കുളം കരുണാകരൻ പുരസ്കാരം. ഞാൻ കേട്ടില്ല, പ്രധാനപ്പെട്ടതല്ലാന്നല്ല കേട്ടോ, പ്രധാനപ്പെട്ടതായിരിക്കും, നിങ്ങൾ പഠിച്ചോളുക. പ്രൊഫസർ കെടാക്കുളം കരുണാകരൻ പുരസ്കാരം കിട്ടിയത് നമ്മുടെ K ജയകുമാറിനാണ്. ആർക്കാണ്? ഇതൊക്കെ ഞാൻ രസത്തിൽ പറയുന്നത് നിങ്ങളെ പഠിക്കാൻ വേണ്ടി കേട്ടോ. കെടാക്കുളം അല്ലെ, കേടായ കുളത്തിൽ ആര് ജയൻ ചാടി എന്നാലോചിച്ചോ. കേടായ കുളത്തിലേക്ക് ജയൻ. നമ്മുടെ പിങ്കള കേശിനിയൊക്കെ അല്ലേ K ജയകുമാർ. എത്ര കൃതികളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാർ, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? കെടാക്കുളം കരുണാകരൻ. അടുത്ത ദിവസം പരീക്ഷ നമുക്ക് ചിലപ്പം കിട്ടും. ജ്ഞാനശ്രേഷ്ഠ ഈശ്വരൻ അല്ലെ. വരദേവി എന്ന് പറഞ്ഞാൽ വരദേവി അല്ലെ, എന്ത് കിട്ടും? പണിക്കാർക്ക്. സാഹിത്യ പരിഷത്ത് മധുസൂദനൻ നായർ.
അതുപോലെ തന്നെ ഭാരതീയ വിദ്യാകീർത്തി ശ്രീകുമാരൻ തമ്പി സാറ്, അതുപോലെ തന്നെ ചിത്രനാളിൻ്റെത് ഒളിമ്പ്യൻ PR ശ്രീജേഷനും ജയറാമിനും, കെടാകുളം കരുണാകരൻ എന്ന് കേൾക്കുമ്പോൾ കേടായകുളത്തിൽ ജയൻ ചാടി K ജയകുമാർ. ഇനി നോക്കൂ, അടുത്തൊരു വെറൈറ്റി പുരസ്കാരമാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. എന്താ അപ്പൊ പേര് നച്ചിരിക്കുന്നത്, അങ്ങ് പഠിക്കുക. ഗായത്രി ചക്രവർത്തി സ്പിവാക്. സ്പിവാക് ആ പേര് ഒരു വെറൈറ്റി അല്ലേ. റീവാക് എന്നൊക്കെ പറഞ്ഞാൽ സ്പിവാക് ആ സ്പീഡിൽ നടക്കുന്ന സ്പീഡിൽ വാക്കുക, അങ്ങനെ ആലോചിക്കുക. ഇത് കിട്ടിയത് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരമാണ്. മൊത്തത്തിൽ എല്ലാ ബർഗറും തിന്നണമെങ്കിൽ സ്പീഡിൽ തന്നെ വാക്ക് ചെയ്യണം. അപ്പൊ ബർഗർ തിന്നാൻ വേണ്ടി ഹോൾബർഗ് നോർവേയിൽ പോയിട്ട് മൊത്തം ബർഗർ തിന്നാൻ ഗായത്രി ചക്രവർത്തി സ്പിവാക്. ബർഗർ അല്ല, 4.5 കോടി ഉറുപ്പ്യ അല്ലെ, 4.6 crore ആണ് സമ്മാന തുക. പഠിച്ചു വെച്ചോ. സ്പിവാക് ഹോൾബർഗ് നോർവേ, സ്പിവാക് ഹോൾബർഗ് നോർവേ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, തകഴി പുരസ്കാരമാണ്. തകഴി സാഹിത്യ പുരസ്കാരം കിട്ടിയത് KP സുധീര. ആർക്കാണ്? KP സുധീര. ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് KP സുധീര. മകളെ 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. പഠിച്ചു വെക്കുക കേട്ടോ. മാർച്ച് ഓഫ് ഗ്ലോറി 75 ഇന്ത്യ ഹോക്കി വിജയിച്ചതിന്റെ ഒരു ഓർമ്മയ്ക്കുള്ള പുസ്തകമാണ്. അടുത്ത മറ്റൊരു പുരസ്കാരം, ഇതൊക്കെ ഞാൻ ഇന്ന് കേൾക്കുകയാണ്, എന്താന്ന് ദൈവത്തിനറിയാം. കൃത പുരസ്കാരം കിട്ടിയത് ഒരു PR നാഥനാണ്. നാദ നീ വരും കാലച്ചങ്ങനെ പാട്ടൊക്കെ അല്ലേ. അപ്പോ നാദ നീ തന്നെ, അല്ലെങ്കിൽ നല്ല കൃതാവുള്ള നാഥന് നല്ല കൃതാവുണ്ട്. PR വർക്ക് ചെയ്യുന്ന നാഥൻ, PR നാഥൻ കൃത പഠിച്ചു വെച്ചേ കേട്ടോ. ഇതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ പെട്ടെന്ന് ഇതൊന്നും എന്താ പറയാ, ഇതിന്റെ വിശദാംശങ്ങളൊന്നും എടുക്കാണ്ട് ക്ലാസ് എടുക്കുക, അതുകൊണ്ടാണ് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗൗതം ചന്ദ്ര, 7 കോടി രൂപ കേട്ടോ. അപ്പൊ നേരത്തെ നിങ്ങൾ GN പണിക്കാർ പഠിച്ചെങ്കിൽ മക്കളെ PN പണിക്കർ, നമ്മുടെ അല്ലേ സ്വന്തം PN പണിക്കർ ചേട്ടല്ലേ, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയത് മണക്കാല ഗോപാലകൃഷ്ണനാണ്. ഇത് വേണമെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. പണിക്കര പുരസ്കാരം, പണിക്കരൊക്കെ വരുമ്പോൾ ഈ ബംഗാളി പണിക്കർ അവരെ ആക്ഷേപിച്ച് പറയില്ല, കോഡിന് വേണ്ടി മാത്രം പറയാം. ബംഗാളി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. ഞാനൊരു 4 വർഷം ഗൾഫിൽ നിന്ന ആളാണ്. അപ്പോൾ അവർക്ക് വൃത്തിയിലായിട്ടൊന്നും അല്ല, അവരുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഭയങ്കര മണക്കലാണ് ഈ പണിക്കാർ ഇങ്ങോട്ട് വന്നാൽ. അപ്പൊ പണിക്കാർ വന്നാൽ ഈ പേരൊന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മണക്കാല ഗോപാലകൃഷ്ണേട്ടൻ. എന്താ പേര്? മണക്കാല ഗോപാലകൃഷ്ണേട്ടനെ PN പണിക്കർ അവാർഡ്. PN പണിക്കർ അവാർഡ് കിട്ടുന്നത് മണക്കാല ഗോപാലകൃഷ്ണൻ കേട്ടോ. അപ്പൊ PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം മണക്കാല ഗോപാലകൃഷ്ണൻ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന് കിട്ടിയത് പഠിച്ചു വെക്കുക. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിലുള്ള പുരസ്കാരം കേരളം. മക്കളെ, ലാൻഡോ നോറിസ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ്. ലാൻഡോ നോറിസ്, ലാൻഡില് നോറിസ് ആർക്കാണ്? ഗ്രാൻഡ് പ്രിക്സ്. നല്ല ഗ്രാൻഡ് ആയിട്ട് ഓസ്ട്രേലിയ കിട്ടിയത് അല്ലെ ലാൻഡോ നോറിക്കാണ്. ലാൻഡില് നോറിസ്, ലാൻഡോ നോറിസ്. ബെലാറസിന്റെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പേര് അലക്സാണ്ടറിലെ, വീണ്ടും നല്ല വിലയുള്ള അലക്സാണ്ടർ ചക്രവർത്തി വരുന്നു പറഞ്ഞു. ലുക്കാഷെങ്കോ, നല്ല ലുക്കല്ലേ അലക്സാണ്ടർ, നല്ല ലുക്കാണ്. നല്ല ബെലാറസ് കിട്ടി കഴിഞ്ഞാൽ ബെലാറസ് കേൾക്കുമ്പോൾ അലക്സാണ്ടർ ലുക്കാഷെങ്കോ നമ്മൾ മുമ്പ് പഠിച്ചാണ്. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോങ്കോ സാഗർ. ബംഗ്ലാദേശും ഇന്ത്യ നാവികാഭ്യാസം ബോങ്കോ സാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ അവാർഡ് കിട്ടിയത് ആർക്കായിരിക്കും? മോദിക്കായിരിക്കും. പക്ഷെ അവാർഡിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം. മിത്രവിഭൂഷണ. പത്മഭൂഷൺ ഒക്കെ പറഞ്ഞാല് മിത്രവിഭൂഷണ കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. അവിടുത്തെ പ്രസിഡന്റ് അനുരഗ് കുമാര ദിസനായകെ കൊടുത്തു. എടാ മക്കളെ, ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിൽ ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പോൾ ഇനിയും ബുള്ളറ്റിനിലെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏപ്രിൽ മാസം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നിയതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ ആരും കാണുന്നില്ല. ഇത്രയും നേരം ക്ലാസ് കണ്ടവരുണ്ട്, തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.